ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ രുചികരമായ എള്ളുണ്ടയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 250 ഗ്രാം എള്ള് നന്നായി കഴുകി ഉണക്കി ഒട്ടും തന്നെ വെള്ളമില്ലാതാക്കി എടുത്ത ശേഷം അതിനെ ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം. ഇവ വറുത്തെടുക്കുമ്പോഴേക്കും പൊട്ടുന്ന പരുവം വരെ ഇതിനെ വറുത്തെടുക്കേണ്ടതാണ്. ഇതാ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് തണുക്കാനായി അനുവദിക്കാം. കുറച്ച് കാഷ്നട്ട് ചെറുതീയിൽ വച്ച് ചൂടാക്കി അവ തണുത്ത ശേഷം വറുത്തെടുത്ത നിലക്കടലയുടെ പുറന്തോൽ കളഞ്ഞതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ചെറിയ തരിതരിപ്പോടുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അടുത്തതായി വറുത്തെടുത്ത എള്ളും പൊടിച്ചെടുത്തിട്ടുണ്ട്. എള്ള് ചെറിയ തരികളോട് കൂടി പൊടിച്ചെടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ എള്ളുണ്ട കഴിക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ലഭിക്കുകയുള്ളൂ. ഇവിടെ ഏതാ നെയ്യ് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് ശർക്കരപ്പാനിയാണ് ചേർത്തിട്ടുള്ളത്. ഇവ നന്നായി തിളച്ച് വരട്ടെ. ശർക്കരപ്പാനി തിളച്ച് വരുമ്പോഴേക്കും 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി കുറുകി വരുമ്പോഴേക്കും പൊടിച്ചെടുത്ത എള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇവ കുറുകി വരുമ്പോഴേക്കും പൊടിച്ചെടുത്ത നിലക്കടല കാഷ്നട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇവയും കൂടി ചേർത്ത് നന്നായി കുറുക്കിയെടുക്കാം. കുറുകി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് പാത്രത്തിൽ നിന്നും വിട്ടുവരുന്ന പരുവം വരെ മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇതാ എള്ളുണ്ട റെഡി ആയിട്ടുണ്ട്. പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നുണ്ട്. ഇവ ചൂടാറാനായി മാറ്റി വയ്ക്കാം. ചെറു ചൂടോടുകൂടി ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് മാറ്റാവുന്നതാണ്. ഞാനിവിടെ ചെറിയ ഉരുളകളാക്കിയാണ് എടുത്തിട്ടുള്ളത്. വളരെ ഹെൽത്തിയും രുചികരവുമായ ഒരു വെറൈറ്റി ഫുഡാണ് ഈ എള്ളുണ്ട. എല്ലാവരും ഒരു പ്രാവശ്യം ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വളരെയധികം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ എള്ളുണ്ട. ഇത് ദിവസവും ഒരെണ്ണം കഴിക്കുന്നത് നല്ലതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വെറൈറ്റി വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.